ഹലോ എവരി വൺ. ഞാൻ സെയിൽ ചെയ്യുന്ന കേക്കിൻ്റെ സ്പഞ്ച് അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ? എന്നോട് പേഴ്സണലി 2-3 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ തന്നെ 2-3 ആൾക്കാർ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരുണ്ടാക്കുന്ന കേക്കിൻ്റെ സ്പഞ്ച് തീരെ ശരിയാവണില്ല, അപ്പോൾ ഞാൻ ചെയ്യുന്ന റെസിപ്പി ഒന്ന് പറഞ്ഞായോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞവരോട് ഞാനിത് യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ചിട്ടുള്ളതാണ്, അപ്പോൾ ഞാൻ ആ വീഡിയോ അയച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട, നീ ചെയ്യണതൊന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് ഈ വീഡിയോ എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിതിൽ കാണിക്കുന്നത് 3 കിലോൻ്റെ മെഷർമെൻറ്റാണ് കേട്ടോ. 3 കിലോൻ്റെ കേക്കിൻ്റെ മെഷർമെൻറ്റാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ കോഴിമുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുള്ളത്. 1 kgയുടെ കേക്കാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 കോഴിമുട്ട, 1 കപ്പ് പഞ്ചസാര, വാനില എസൻസ്, ഇത് 3 കൂടി ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്ത് തുടങ്ങുക. ഞാൻ പറഞ്ഞില്ല, ഇത് 3 കിലോൻ്റെ കേക്കായത് കാരണം 12 കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 കപ്പ് പഞ്ചസാര, പിന്നെ വാനില എസൻസ്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. 1 kgക്ക് ആകുമ്പോൾ 1 കപ്പ് മൈദ, 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ നമ്മൾ ഈ കേക്കിലേക്ക് യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി. അപ്പോൾ ഈ ഒരു 3 കിലോയിൽ ഞാൻ എടുത്തിട്ടുള്ളത് 3 കപ്പ് മൈദ, 3 സ്പൂണ് ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 6 ടീസ്പൂണാണ് കോൺഫ്ലവറിൻ്റെ പൊടി എടുത്തിട്ടുള്ളത്. അതരിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കേക്ക് ടീനൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് സെറ്റാക്കി എടുക്കാം. ഫസ്റ്റിലൊക്കെ ഈ ഒരു പേപ്പർ കട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയായിരുന്നു കേട്ടോ. പാത്രം വെക്കണ്, വരക്കണ്, അളവെടുക്കണ്, എന്നിട്ട് കട്ട് ചെയ്യണ്, കറക്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്തിരുന്നത്. ഇപ്പോൾ ഒന്നൊരു വിഷയമല്ല, ഒരൊറ്റ വെട്ടല വെട്ടും ആണ്ട് സെറ്റ് ചെയ്ത് വെക്കും. ഇതൊക്കെ സെറ്റ് ആവുന്ന നേരം കൊണ്ട് നമ്മൾ കേക്കിൻ്റെ കോഴിമുട്ടയുടെ മിക്സ് നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റാൻഡ് മിക്സറായ കാരണം അതവിടെ ബീറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ധരിക്കാനും പാത്രം സെറ്റാക്കാനൊക്കെ വേണ്ടി നിൽക്കും. നമ്മുടെ ഈ മൈദയുടെ ഇതിൻ്റെയൊക്കെ ഫ്ലോർ ഉണ്ടല്ലോ, അത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം കുറച്ചായിട്ട് നമുക്ക് കേക്ക് ബാറ്ററിക്ക് ആഡാക്കി കൊടുക്കാം കേട്ടോ. ഞാനിത് ബട്ടർ സ്കോച്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഞാൻ കുറച്ച് കളർ ആഡാക്കുന്നുണ്ട്. 2-3 ഡ്രോപ്പ് യെല്ലോ കളർ ഞാൻ ഈ ഒരു ബാറ്ററിക്ക് ആഡാക്കിയിട്ടുണ്ട് കേട്ടോ. ടൈഗറിനൊക്കെ എസൻസ് കിട്ടുന്നുണ്ടല്ലോ, അത് ഒരു ഫ്ലേവർ ഞാൻ ഈ ഒരു ബാറ്ററിക്ക് ആഡാക്കാറില്ല കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് എനിക്ക് 2-3 പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ കേക്ക് ഹാർഡാവുക, അതുപോലെ പൊങ്ങി വരാണ്ടിരിക്കുക, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ട്. അതിന് അതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ചെയ്യാണ്ടിരിക്കുമ്പോൾ, എസൻസ് ആഡാക്കാണ്ടിരിക്കുമ്പോൾ കേക്കിനൊരു കുഴപ്പം വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലാണ് നമ്മളെ എസൻസ് ഫ്ലേവർ ആഡാക്കി കൊടുത്തിട്ടാണ് ചെയ്യാറ്. എസൻസ് വീത്തുന്നതിനും അതിൽ ഞാൻ കളറാണ് കേട്ടോ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാറ്. ഇപ്പോൾ മാംഗോ കേക്കാണെങ്കിൽ യെല്ലോ കളർ കേക്ക് ആവണമല്ലോ, അതുപോലെ തന്നെ പിസ്ത കേക്കാണെങ്കിൽ ഗ്രീൻ കളർ കേക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കളറാണ് ഞാൻ എസൻസിനും അതിൽ ആഡാക്കാറ്. കേക്കിൻ്റെ ബാക്കി പരിപാടിയൊന്നും ഞാൻ അധികം വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ. ഒരുപാട് തവണ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോസൊക്കെ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.